ഇറാൻ ഇസ്രായേൽ സംഘർഷം കൊടുമ്പിരി കൊള്ളവേ ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ച ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ചർച്ചയാവുകയാണ്. ടെലവീവിന് മേൽ പ്രയോഗിച്ച മിസൈലുകളെ പറ്റി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. ജൂൺ 13 തുടങ്ങിയ സംഘർഷത്തിൽ ഇതാദ്യമായി ഫാത്തിഹ് 1 മിസൈലും ഷെജ്ജിൽ മിസൈലും പുറത്തെടുത്തു എന്നതാണ് IRGC നൽകുന്ന പ്രധാനപ്പെട്ട വിവരം. ഫത്താഹ് എന്നതിന് പേർഷ്യൻ ഭാഷയിൽ ജേതാവ് എന്നാണ് അർത്ഥം. ഫാത്തിഹ് 1 മിസൈലുകളെ ഇസ്രായേൽ സ്ട്രൈക്കർ എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ ആയുധശേഖരത്തിലെ വമ്പന്മാരാണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ. ഓപ്പറേഷൻ ഓണസ്റ്റ് പ്രോമിസ് 3യിലെ 1ാം തരംഗമായാണ് ഫാത്തിഹ് മിസൈലുകൾ അയച്ചതെന്നാണ് റവല്യൂഷണറി ഗാർഡ് ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായി പേരിട്ട ഫാത്തിഹ് മിസൈലുകൾ 2023 ഇറാൻ അവതരിപ്പിക്കുന്നത്. പിന്നീട് കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ ജെറുസലേമിന് നേരെയും ഇറാൻ ഫാത്തിഹ് മിസൈലുകൾ പ്രയോഗിച്ചു. മറ്റു മിസൈലുകളെ അപേക്ഷിച്ച് 10 മടങ്ങ് വേഗതയും കൃത്യതയും കൈമുതലാക്കിയ മിസൈലുകളാണ് ഫാത്തിഹ് 1. ഇതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് പ്രാധാന്യമേറുന്നതും. വിക്ഷേപിച്ച പാതി വഴിയിൽ സഞ്ചാരപാത മാറ്റാൻ സാധിക്കുന്ന തരത്തിലാണ് ഇവ നിർമ്മിച്ചെടുത്തത്. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെയും ആരോയെയും ഒക്കെ നിഷ്പ്രയാസം മറികടക്കാൻ ഇവ സഹായിക്കുന്നു. 2023 ഫാത്തിഹ് മിസൈലുകൾ അനാവരണം ചെയ്യുന്ന സമയത്ത് ടെഹ്റാനിൽ ഒരു വലിയ ബാനർ പ്രദർശിപ്പിച്ചിരുന്നു. ഇറാൻ 400 സെക്കൻഡ്സ് ടു ടെലവീവ് എന്ന് അർത്ഥമാക്കുന്ന ഹീബ്രു വാചകമാണ് ആ ബാനറിൽ ഉണ്ടായിരുന്നത്. അതായത് വിക്ഷേപിച്ച് 400 സെക്കൻഡുകൾക്കുള്ളിൽ ഈ മിസൈലുകൾക്ക് ഇസ്രായേലിലെത്താനാകും. അതിവേഗ മിസൈലുകളായതുകൊണ്ടും ദ്രുതഗതിയിൽ സഞ്ചാരപാത വ്യതിചലിക്കുന്നതുകൊണ്ടും ഇവയെ തടസ്സപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗത്തിലാണ് ഈ മിസൈലുകൾ സഞ്ചരിക്കുക. മണിക്കൂറിൽ 6100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇവയ്ക്കാകും. 12 മീറ്റർ നീളമുള്ള ഈ മിസൈലിന്റെ ദൂരപരിധി 1400 കിലോമീറ്റർ ആണ്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഫാത്തിഹ് മിസൈലുകൾക്ക് 200 കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുണ്ടെന്നാണ് ഇറാൻ വാച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ ഇസ്രായേലിനെതിരെ തൊടുത്ത മിസൈലുകളിൽ ഭൂരിഭാഗവും ഫാത്തിഹ് മിസൈലുകളാണെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.